കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് എനിക്ക് ഹേർണിയ ഇഞ്ചുറി ഉണ്ട്. ഈ ഇഞ്ചുറി വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ 2 മാസം മുൻപ് വരെ ഞാൻ ഏകദേശം ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ക്ലോസ് ടു 100 kg ആ ഒരു റേഞ്ചിലാണ് ഞാൻ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഈ ഹേർണിയ ഇഞ്ചുറി വെച്ചിട്ട് എൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് 10 kg കൂടുതൽ എനിക്ക് അതായത് പൊക്കരുത് എന്നുള്ളതാണ്. അത് എനിക്ക് നല്ല ആർക്കാണെങ്കിലും യാതൊരു രീതിയിലും നമുക്ക് സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല, യാതൊരു രീതിയിലും നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ഇത്രയും ഞാൻ ലിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ 2 മാസം, ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് എനിക്ക് ട്രെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് നോമ്പുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ സൗദിയിലും മക്കയിൽ ഇതിനായിട്ട് പോയിരിക്കുമായിരുന്നു, ഉംറയ്ക്കായിട്ട് പോയിരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് പനിയും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് ആ കഴിഞ്ഞ 2 മാസം ഫുൾ എൻ്റെ ട്രെയിനിങ് ഷട്ടായിരുന്നു. അപ്പം ഇപ്പോൾ വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആ ഈ 2 മാസം, 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ പെയിൻ വീണ്ടും വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമുക്ക് ഒരു വിധത്തിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. കാരണം പിന്നെ ബാക്കിയുള്ള ഈ ബ്രീത്തിങ് എക്സസൈസും അതുപോലുള്ള ചെറുകിട സംഭവങ്ങളെല്ലാം ചെയ്ത് ഒരു വിധത്തിൽ ഞാനിങ്ങനെ മാനേജ് ചെയ്ത് വെച്ചിരിക്കും. പക്ഷേ ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ്? ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ അബ്ഡമൻ, നമ്മുടെ കോർ മസിൽസ് വീക്ക് ആവും തോറും ഈ സാധനം വീണ്ടും വീണ്ടും പുഷ് ചെയ്യും, ഈ സാധനം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും കാലം എനിക്കത്, ഈ 6-7 വർഷം എനിക്കിത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞത് ഞാൻ ആ ട്രെയിനിങ്ങിലൂടെ മാത്രമാണ്. അതായത് ട്രെയിനിങ്ങിലൂടെ എൻ്റെ കോർ മസിൽസ് ഞാൻ സ്ട്രെങ്തൻ ചെയ്തത് കൊണ്ട് മാത്രം എനിക്കത് അത്രയും സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റി. എനിക്ക് ഇത്രയും 100 kg ആണെങ്കിലോ അല്ലെങ്കിൽ അതിന് ക്ലോസ് ടു 100 kg എനിക്കത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയം ഞാൻ ഇപ്പോൾ ട്രെയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ 6-7 വർഷവും ഞാൻ ഈ പെയിനുമായിട്ട് നിൽക്കേണ്ടത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതായി എന്ന് കരുതി ട്രെയിനിങ് മൊത്തമായിട്ട് നിർത്താതിരിക്കുക. അതിന് പകരം അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ആലോചിക്കുക, അല്ലെങ്കിൽ ട്രെയിനിങ് റൂട്ടീൻ ഫുള്ള് പൊളിച്ചെഴുതുക. ഏറ്റവും വലിയ എക്സാമ്പിളാണ് റൊണാൾഡോയുടെ. ഇതറിയാം, നമുക്ക് ആദ്യമേ